നമസ്കാരം. ശാക്തേയ യാത്രയുടെ ആദ്യ ദിവസം നമ്മൾ ആദ്യമായി എത്തിയിരിക്കുന്നത് തിരുവല്ല മുത്തൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. അത്യുഗ്രയോധനത്തിൽ ധനുജന നിധനം ചെയ്തു തച്ചിർഷമാരാൽ ഹസ്തേ തൂക്കിപ്പിടിച്ച ആ വടിവിലവിടെ വന്നാവസിക്കുന്ന ദേവി ഭദ്രേ മുത്തൂറ്റുകാവിൽ ഭഗവതി മഹിതേ തൽപാദപൂമരന്തം നിത്യം വർഷിക്കുകെന്നിൽ ശിതജന കഥനക്കാട് കത്തിക്കുമമ്മേ. ഭാരതത്തിലെ അത്യപൂർവമായ ശാക്തീയ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുത്തൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ശങ്കരാചാര്യ പ്രതിഷ്ഠാരീതി അനുസരിച്ചിട്ടുള്ള ശിവശക്തി സംയോഗമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി നാലമ്പലത്തിനുള്ളിൽ അഷ്ടബാഹുക്കളോടുകൂടി വേതാളത്തിന് പുറത്തു നിൽക്കുന്ന 5 അടിയോളം ഉയരമുള്ള ദേവി വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ദാരികാന്തിഗ്രഹത്തിനു ശേഷം രൗദ്രഭാവ ശമനഭാവത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠ. ദേവിയുടെ രൗദ്രഭാവത്തെ ശാന്തമാക്കിക്കൊണ്ട് സുന്ദരി സുമുഖി വിഗ്രഹങ്ങൾ ഇരുവശത്തുമുണ്ട്. പ്രഭാതത്തിൽ കൊടുങ്ങല്ലൂരും ഉച്ചയ്ക്ക് ചേർത്തലയ്ക്കടുത്തുള്ള വാരനാട്ടും സന്ധ്യയ്ക്ക് തിരുവല്ലയിലെ മുത്തൂരും പാതിരാവിൽ തിരുവല്ലയ്ക്ക് സമീപം പരുമല പനയനാർക്കാവിലും ദേവി സാന്നിധ്യമുണ്ടെന്നാണ് പരമ്പരാഗത വിശ്വാസം. മുത്തൂർ ക്ഷേത്രത്തിലെ സന്ധ്യാദീപാരാധന വളരെ പ്രധാനമാണ്. ശ്രീകോവിലിൻ്റെ വടക്ക് വശത്ത് മാതൃശാലയിൽ വടക്കോട്ട് ദർശനത്തിൽ ചാമുണ്ഡി, ബ്രഹ്മാണി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി എന്നീ സപ്തമാതൃകൾക്കൊപ്പം ഗണപതിയും വീരഭദ്രനും ഉണ്ട്. നാലമ്പലത്തിന് പുറത്ത് ദേവീ നടയ്ക്ക് നേരെ കാലയക്ഷിയുടെ അമ്പലമുണ്ട്. അതിൻ്റെ വടക്കാണ് ചിറ്റ, ചിരുത എന്നീ മൂർത്തികളുടെ സ്ഥാനം. വടക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും സർപ്പസ്ഥാനങ്ങളും ഉണ്ട്. ഇവിടെ തൊഴുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. ശിവനടയിൽ കൂടി പ്രവേശിച്ച് ശിവനെ തൊഴുത് ദേവീ നടയുടെ വലതുവശത്തുകൂടി ഗണപതിയെ തൊഴുത് ശിവക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഓവ് വരെ വന്ന് തൊഴുതതിനു ശേഷം ശിവനടയുടെ വലതുവശത്തുകൂടി ക്ഷേത്രപാലകനെ വന്ന് തൊഴണം. തുടർന്ന് ശിവൻ്റെ അമ്പലത്തിൽ പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് സപ്തമാതൃക്കളെ കണ്ടു തൊഴുത് അനുവാദവും മേടിച്ച് ദേവിയെ തൊഴാവുന്നതാണ്. ദേവിയെ തൊഴുതതിനു ശേഷം ദേവീ നടയിലൂടെ പുറത്തേക്കിറങ്ങാം.